പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കേസിൽ ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ കേസിൽ അത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മുമ്മ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിരിക്കുന്നു. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് അമ്മുമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം. മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്ന് പരിശോധിക്കും. അമ്മുമ്മ റോസ്ലിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്മുമ്മയും ഈ കുഞ്ഞിന്റെ മരണം വലിയ സംശയമുണ്ടാക്കിയെങ്കിലും ഇതുവരെയും അത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇതാ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അങ്കമാലിയിൽ ആ കുഞ്ഞിനെ അമ്മുമ്മ കഴുത്തറത്തു കൊന്നതാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഈ കുഞ്ഞിനെ കഴുത്തറത്ത് കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നുണ്ട് എന്നും ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത. ഇവിടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ശരണുണ്ട്. ശരൺ, ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് കൊലപാതകം തന്നെ, അല്ലേ? അരുൺകുമാർ, അത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് കറുകുറ്റിയിലെ വീട്ടിൽ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അമ്മുമ്മയുടെ മുറിയിലാണ് കുഞ്ഞ് കിടന്നിരുന്നത്. അങ്ങനെ അമ്മുമ്മ കുഞ്ഞിനെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കത്തി ആ മുറിയിൽ നിന്ന് പോലീസിനെ കണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് കൊലപാതകം എന്നുള്ള നിഗമനത്തിലേക്കാണ് അപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മാതാപിതാക്കൾ പോലീസിന് നൽകിയിരുന്ന മൊഴി അമ്മുമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട്, സ്ഥിരമായി പ്രകടിപ്പിക്കുന്ന ആളാണ്, അതിനെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നുള്ള നിർണായകമായിട്ടുള്ള മൊഴി കൂടി അവർ നൽകുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് അമ്മുമ്മ ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തിയെ തുടർന്ന് കൊലപ്പെടുത്തിയതാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഇത് തന്നെയാണോ കൊലപാതക കാരണമെന്ന് പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് കസ്റ്റഡിയിലെടുത്തെങ്കിൽ പോലും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആശുപത്രി വിട്ടിട്ടില്ല. നാളെ രാവിലെയോടുകൂടി ആശുപത്രി വിടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്യുക. ഏതായാലും അമ്മുമ്മ റോസ്ലിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ആശുപത്രി വിട്ട ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് കൂടി കടക്കുക. എന്തായാലും നാടിനെ നടുക്കിയ വലിയ സംഭവത്തിൽ അതിലാണ് ഇപ്പോൾ നിർണായകമായ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്.